ഇന്ത്യയിൽ തൂക്കിലേറ്റിയത് ഒരേ ഒരു വനിതയെ മാത്രം. ചെയ്ത കുറ്റം എന്താണെന്നറിയാമോ? കാമുകൻ ഷാരൂൺ രാജിനെ കഷായത്തിൽ കളനാശിനി കലക്കി കൊടുത്ത് കൊലപ്പെടുത്തിയ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കോടതി വിധിയെ സ്വാഗതം ചെയ്ത് വലിയ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. കേരളത്തിൽ തൂക്കിലേറ്റിന് വിധിക്കപ്പെടുന്ന മൂന്നാമത്തെ മാത്രം പ്രതിയാണ് ഗ്രീഷ്മ. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയും ഗ്രീഷ്മ തന്നെ. നിലവിൽ കേരളത്തിൽ 2 വനിതാ കുറ്റവാളികളാണ് ഗ്രീഷ്മ ഉൾപ്പെടെ കൊലക്കയർ കാത്തു കഴിയുന്നത്. എന്നാൽ മേൽക്കോടതിയിലേക്ക് അപ്പീൽ എത്തുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. ഇനി രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് വന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരേ ഒരു സ്ത്രീ കുറ്റവാളി മാത്രമാണ് തൂക്കിലേറ്റപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടാൽ അത് ചരിത്രമാകും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കൃത്യമായി എത്ര പ്രതികളെ തൂക്കിലേറ്റിയെന്ന കണക്ക് കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിൽ നാളിതുവരെ വെറും 3 പേരെ മാത്രമാണ് തൂക്കിലേറ്റിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 57 പേരെ മാത്രമേ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളൂവെന്ന് ഔദ്യോഗിക ഗവൺമെൻറ് സ്ഥിതിവിവര കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. എങ്കിലും സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ തെറ്റാണെന്നും ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കിയവരുടെ യഥാർത്ഥ എണ്ണം ആയിരക്കണക്കിന് വരുമെന്നും സ്ഥിരീകരിക്കാത്ത കണക്കുകളുണ്ട്. 1991 ആണ് കേരളത്തിൽ അവസാനമായി ഒരു പ്രതിയെ തൂക്കിലേറ്റിയത്. കേരളം തൂക്കിലേറ്റിയത് 3 പേരെ മാത്രം. കേരളത്തിൽ ഇതുവരെ 3 പേരെയാണ് തൂക്കിലേറ്റിയത്. ദുർമന്ത്രവാദത്തിനായി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ അഴകേഷിനെയാണ് 1979 ആദ്യമായി കേരളത്തിൽ തൂക്കിലേറ്റിയത്. 1984 വാക്കേരി 4 പേരെ കൊലപ്പെടുത്തിയ വി ബാലകൃഷ്ണന് 16 മാർച്ച് 1990 തൂക്കിലേറ്റി. 18 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രന് മുത്തുക്കുട്ടി ചന്ദ്രന് 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി. അതായത് ഒരു വനിതാ കുറ്റവാളിയെ പോലും കേരളത്തിൽ തൂക്കിലേറ്റിയിട്ടില്ല. ഇന്ത്യയിൽ കഴുമരത്തിലേറ്റിയത് ഒരേ ഒരു വനിതയെ. നിരവധി സ്ത്രീകളെ തൂക്കിലേറ്റിന് വിധിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരേ ഒരു പ്രതിയെ മാത്രമാണ് ഇന്ത്യയിൽ തൂക്കിക്കൊന്നിട്ടുള്ളത്. 1955 ജനുവരി 3 തീഹാർ ജയിലിൽ വെച്ച് രത്തൻ ഭായ് ജെയിനിനെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റിയത്. ഒരു ക്ലിനിക്കൽ മാനേജറായി ജോലി ചെയ്തിരുന്ന രത്തൻ ഭായ് ആ ക്ലിനിക്കിൽ തന്നെ ജോലി ചെയ്തിരുന്ന 3 സ്ത്രീകളെ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. തൻ്റെ ഭർത്താവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് രത്തൻ ഭായ് ജെയിൻ വിഷം നൽകി 3 പെൺകുട്ടികളെ കൊന്നത്.